ഉണ്ടാക്കണം കേട്ടോ. കറശെല്ലാം ഉണ്ട്, അരപ്പുണ്ട്, കഴിക്കുന്നു. ഇനി ജസ്റ്റ് നോക്കേണ്ടതൊന്നുമില്ല, എല്ലാം നോക്കിയിട്ട് ഇനി 1 മണിക്കൂർ കൂടുന്നൊരു ഫോട്ടോ മാത്രം അയച്ചു കൊടുത്താൽ ജസ്റ്റ് നമ്മളെ നോക്കി വരണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ മൊബൈലിൽ നിന്ന് ചാർജ് ചെയ്തിട്ടില്ല. അത് ഇപ്പോൾ ഒരു ട്രേഡ് എടുത്ത ഗോൾഡിൽ അനാലിസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരെണ്ണം എടുത്ത് 1 മിനിറ്റ് ബേസ് വെച്ച് 1:2. വേറെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത് EURUSD ഞാൻ അനാലിസിസ് ചോദിച്ച് ഇതിൻ്റെ താഴെ പോയ സെല്ല്, മേളിൽ പോയ ബൈ. ഓക്കെ, ഗോൾഡിൻ്റെ എസ്എൽ ഹിറ്റായി, പക്ഷെ ഇതിൻ്റെ കിട്ടി കേട്ടോ, സിൽവറിൻ്റെ കിട്ടി. ട്രേഡ് എടുത്ത് കേട്ടാ ഞാൻ. ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഭാഗ്യം നോക്കിയ എൻ്റെ പൊളിയല്ലേ, ഇത്ര ഇലക്കാക്കെങ്കിലും ഉണ്ടാ. ഒരു പൊടിക്കും കൂടി കയറിയിരുന്നെങ്കിൽ അത് കിട്ടിയേ. പോയി ഇതിന്റെ മൂട്ടിലൊക്കെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. അല്ല, അത് ട്രേഡ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ ട്രേഡ് ആണെങ്കിൽ നമ്മൾ വാച്ച് ചെയ്തോണ്ടിരിക്കുമല്ലോ, അതൊക്കെ പയ്യെ എവിടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഒക്കെ അടിച്ചു വെക്കണം. ആ സമയത്ത് ഈ ഒരു ക്യാൻഡിൽ വന്നപ്പോഴേ ഷോർട്ട് അടിക്കേണ്ട സാധനം വരും. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ ഭാഗ്യമാണ് അത്. ഇത് കറക്റ്റ് 1:2 എടുത്താലും അടിക്കുമെന്ന് തോന്നാനല്ല. 1:3 അടിക്കൂല, എന്നാലും അടിക്കൂല. ഇത്ര 8 എന്തോന്ന് വെച്ചിട്ട് 8 4 എന്തോ എല്ലാം കൂട്ടിയാണ് വയ്ക്കണത് ഞാൻ. ടൈമായി ചേട്ടാ, അപ്പൊ ഞാൻ ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് ഇറങ്ങി. എന്തെന്ന് പറഞ്ഞോളൂ, ഒരു രസമില്ല അങ്ങോട്ട്. ചെടികളുണ്ടോ, എൻ്റെ കാര്യങ്ങളുണ്ടല്ലോ, ഏകദേശം കുഴപ്പമില്ല സൈസായിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ കച്ചി കോലി, ചെറിയ കോലിയിൽ എത്ര ആയിട്ടുണ്ട് സൈസ്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫ്രഷായി ഫുഡ് ഉണ്ടാക്കണ പരിപാടി. കറി ഉണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്തെല്ലാം വെച്ചേട്ടോ. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പോയി ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് സെറ്റാക്കണം. ആണെങ്കിൽ ഇപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. കറി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ, സെറ്റായി. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി എടുത്തേട്ടോ. എനിക്ക് ഫുള്ള് വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. കയറാണ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്. ഏകദേശം കൺട്രോളൊന്നുമില്ല, നമ്മളവിടുത്തെ മാത്രമുണ്ട്. ഈ പാനൽ ഊരി എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞു കൺട്രോൾ ചെയ്യണം എൻ്റെ. അപ്പം ഞാൻ പോയി നോക്കട്ടല്ല, കാണാൻ കൊള്ളാമല്ലേ. പക്ഷേ ഈ ഫോണിൽ കറക്റ്റായി കിട്ടുന്നില്ല, അല്ലെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. എങ്ങനെയെന്ന് പറഞ്ഞാൽ പോയി നോക്കട്ടെ, എങ്ങനെയാണെന്ന് നോക്കട്ടെ. എല്ലാം മാനുവലി ചെന്ന് ചെയ്യണം, കമ്പ്യൂട്ടറിൽ എല്ലാ കൺട്രോളും പോയി. പാനലെല്ലാം ഉണ്ടായിരുന്നു, ഇത് എടുത്തിട്ട് പോയി. ഇതുപോലത്തെ ഒരു സാധനം ഇവിടെ ഉണ്ടായിരുന്നു. ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഓക്കെ ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഈ കൺട്രോൾ ലെവലൊന്നും കറക്റ്റ് അറിഞ്ഞുകൂടാ, എല്ലാം താഴെ പോയി നോക്കേണ്ടി വരും. ഒന്നുമില്ല ഇനി ഇവിടെ. ഞാൻ താഴെ പോയി ഇനി എങ്ങനെയാണ് എത്ര നമ്മളെ ഇതിൽ മാനുവൽ മീറ്റർ ഉണ്ട്, പക്ഷെ അത് കറക്റ്റ് അല്ല. ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഇൻലെറ്റ് എത്ര പോകണമെന്ന് അറിഞ്ഞൂടാ, ഔട്ട്ലെറ്റ് എത്ര പോകണമെന്ന് അറിഞ്ഞൂടാ. നമ്മളെ എക്സ്പീരിയൻസ് വെച്ച് ചെയ്യണം ഇനി. അപ്പോൾ ഞാൻ അപ്പം നോക്കട്ടെ. ഇപ്പോഴത്തേക്കൊന്നും മാർക്കറ്റൊന്നും നോക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ ചെന്ന് നോക്കട്ടെ, നോക്കിയതിന് ശേഷം ചെയ്യാം. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഇല്ല, 4 മീറ്റർ അടിപ്പിച്ചായിട്ടുള്ളൂ. 1-1.5 മണിക്കൂറും കൂടി കഴിഞ്ഞ്, അല്ലെങ്കിൽ 2 മണിക്കൂറും കൂടി കഴിഞ്ഞിട്ട് സെറ്റാക്കാം. ഇനി ഒന്നും ചെയ്യാനില്ല, ഇനി ഞാൻ പോയി അവിടെ ചെന്നപ്പോൾ ഇരിക്കട്ടെ. 4 മീറ്റർ ആയിട്ടേ ഉള്ളൂ. ഈ ഇപ്പോഴത്തെ രീതിയിൽ പോകണമെങ്കിൽ 2-3 മണിക്കൂർ കുഴപ്പമില്ലാതാണ് ചെയ്തിട്ടുണ്ട്. ബിറ്റ്കോയിൻസ്, EURUSD, സിൽവർ, പിന്നെ അടുത്ത് ഗോൾഡ്. എല്ലാം ഒറ്റ അടിയിൽ താഴെ വീണിട്ടുണ്ടായിരുന്നു. വെയിറ്റ് ചെയ്യണം, വെയിറ്റിംഗ്. നോക്കട്ടെ, അടിച്ചെടുക്കണം. ട്രേഡ് എടുത്ത് കേട്ടോ ഞാൻ. ഒന്നിതെടുത്ത്, അതായത് ബിറ്റ്കോയിനിൽ ഒരെണ്ണം എടുത്ത്
പിന്നെ അടുത്ത് ഗോൾഡ് കൊടുത്തു. പാനിക്കാക്കണം, നല്ല മൂവ്മെൻ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഒറ്റയടിയിൽ ഇളകി തെറിക്കും. ഇതെല്ലാം ഉണ്ട്, എടുക്കേണ്ട എടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഏട്ടാ നീ കിട്ടിയിട്ടില്ല, രണ്ടും കിട്ടിയിട്ടില്ല, BTCയും കിട്ടിയിട്ടില്ല, ഗോൾഡും കിട്ടിയിട്ടില്ല, രണ്ടും അങ്ങനെ പോയി. ഇത് ഭയങ്കര ഭാഗ്യമാണ്. നോക്കാം, സെറ്റാക്കാം. അടുത്തെന്ന് പറഞ്ഞാൽ പോയി എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് റീഡിങ് എടുക്കണം. കുഴപ്പമില്ല കേട്ടോ, സെറ്റാണ്. ഇവിടെയും കുഴപ്പമില്ല കേട്ടോ, സെറ്റാണ്. അടുത്തെന്ന് പറഞ്ഞാൽ ജസ്റ്റ് പോയി എല്ലാത്തിൻ്റെയും 4 മീറ്ററിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് എഴുതണം. ഇനി ഇലക്ട്രിക് മീറ്ററിൻ്റെ ഫോട്ടോ എടുത്താൽ കേട്ടോ. ഇന്ന് വേറെ വിഷയമൊന്നുമില്ല, റീഡിംഗ് ഒക്കെ എഴുതി കഴിഞ്ഞ് കൺട്രോളും ഇല്ല. അപ്പോൾ 1 മണിക്കൂർ കൂടുന്തോറും ഫോട്ടോ അയക്കണ്ട, കുഴപ്പമില്ലാതെ പോകും. പിന്നെ അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നല്ല രീതിയിൽ ശ്രദ്ധ വേണം, കാരണം രാത്രി ഒന്നും പോകൂല. മീറ്റർ നോക്കിക്കൊണ്ടിരിക്കണം മാനുവലി, അത് ഭയങ്കര ഫ്ലക്ച്വേഷനാണ്, കറക്റ്റല്ല. അതിൻ്റെ ചെറിയൊരു വിഷയമുള്ളൂ. പിന്നെ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇന്നത്തത് കട്ട ഷോക്ക് വരുന്ന കേട്ടോ. ഇതിൻ്റെ ശ്രദ്ധയില്ല, എന്തെന്ന് പറയാം, ഒന്നുമില്ലേ, അങ്ങനെ പോയതാണ്. ജസ്റ്റ് ആ മൂവ്മെന്റ് കണ്ട് ഞാൻ വരച്ചു വെച്ചിരുന്ന മൂവ്മെന്റ് കണ്ട് അതിനെ മണ്ടേ കയറി ചാടിക്കെടുത്തെടുത്തതാ, ആർത്തിക്കെടുത്തതാ. ഉണ്ടായി, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്. അത് തന്നെയുള്ള പരിപാടി, പോയി ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക.